ദൈവത്തിൻ്റെ സ്നേഹം പ്രചരിപ്പിക്കുക. യേശു നമ്മളെ ഈ ലോകത്താക്കി വച്ചിരിക്കുന്നത് തൻ്റെ സ്നേഹം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനായിട്ടാണ്. യേശു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. യേശു നമ്മളെ പഠിപ്പിച്ചത് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ വിശ്വാസികളെക്കുറിച്ച് മാത്രമല്ലത് പറയുന്നത്. നമ്മുടെ ചുറ്റിനും താമസിക്കുന്ന ഒരുപക്ഷെ അവിശ്വാസികളായിരിക്കാം, എന്നാൽ അവരെയും സ്നേഹിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് കൽപ്പന തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ സിറ്റിസൺസ് ആയിരിക്കുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ലോകത്താക്കി വച്ചിരിക്കുന്നത്. യേശു നമ്മളെ സ്നേഹിച്ചു, അതേ സ്നേഹം നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം ലോകത്തെ സ്നേഹിച്ചു. 1 യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. ഹല്ലേലൂയ. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാണനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതിലും വലിയ സ്നേഹം ഇല്ല. കാരണം യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തരുവാനായിട്ടിടയായി തീർന്നു. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായിരിക്കുമ്പോൾ ആ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകുവാനായിട്ടിടയായി തീരണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മളോട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും അവർക്ക് ചെയ്യണമെന്നാണ് യേശു നമ്മളെ പഠിപ്പിക്കുവാനായിട്ടിടയായി തീർന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്കും വേണ്ടി ചെയ്യുവിൻ. ഈ ലോകത്ത് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായിട്ട് ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലൂടെ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകേണ്ടത് ആവശ്യമാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരുടെ മുമ്പിൽ എത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് സുവിശേഷം പറയുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളെ കാണുന്നവർ നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാണുവാനിടയായിത്തീരണം. ക്രിസ്തുവിൻ്റെ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ലോകത്ത് വിളിച്ച് ആക്കി വച്ചിരിക്കുന്നത്.